ക്രോസ് ബെൽറ്റ് മണിയുടെ സംവിധാനത്തിൽ 1977 പുറത്തിറങ്ങിയ ഒരു മലയാള സിനിമയാണ് പട്ടാളം ജാനകി. ജയൻ വിൻസെന്റ്, ഉണ്ണിമേരി, രവികുമാർ, സുധീർ, വിജയലളിത എന്നിങ്ങനെ അക്കാലത്തെ വലിയ താരനിര അണിനിരുന്ന സിനിമയായിരുന്നു അത്. 1983 CR ശക്തിയുടെ തിരക്കഥയിലും സംവിധാനത്തിലും ഇറങ്ങിയ ഒരു സിനിമയുടെ പേര് പ്രൊഫസർ ജാനകി എന്നായിരുന്നു. ലക്ഷ്മിയും രാജ്കുമാറും ഡൽഹി ഗണേഷും എല്ലാം അഭിനയിച്ച ഒരു തമിഴ് മലയാളം ഡബ്ബിംഗ് പടമായിരുന്നു അത്. ഇതെല്ലാം പോട്ടെ, 2018 ഒരു 8 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു മലയാള സിനിമയുടെ പേരുണ്ട്, ജാനകി എന്ന് തന്നെ. പ്രകാശ് ബാരയും വിനയ് ഫോർട്ടും സജിത മഠത്തിലുമെല്ലാം അഭിനയിച്ച MG ശശി പടം. എന്നാൽ ഇന്ന് ഈ 2025 ജാനകി എന്നൊരു കഥാപാത്രത്തിന് പേരിടാൻ പറ്റാതെ ആയിരിക്കുന്നു. ഈ കാലം അങ്ങനെ ഒരു സവിശേഷ ഘട്ടത്തിൽ നമ്മുടെ കലയെ, നമ്മുടെ സിനിമയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. ആലോചനയിലും ആവിഷ്കാരത്തിലും മതം കലർത്തി വിഷലിപ്തമായ വ്യാഖ്യാനങ്ങൾ നിർമ്മിക്കുന്നവരുടെ കാലം. പക്ഷേ കല കത്രികയെ അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന് RDX കരുതുന്നു. ഇരുണ്ട കാലത്തും പാട്ടുകൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉണ്ടാകും ഇരുണ്ട കാലത്തെപ്പറ്റിയുള്ള പാട്ടുകൾ എന്നാണല്ലോ ബൃഹത്ത് കവിതയിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾ സുരേഷ് ഗോപിക്കൊപ്പമാണ്. സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, പിന്തുണ പ്രഖ്യാപിക്കുന്നു. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെട്ട് സെൻസർ ബോർഡ് ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായ, ആ സിനിമയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് RDX ഇവിടെ അവസാനിക്കുന്നു.